വേദന. ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്നിട്ടുള്ള ദിവസമാണ് ഏകാദശി ദിവസം. അതുകൊണ്ട് അന്നേ ദിവസം പ്രതിഷ്ഠാ ദിനമായിട്ട് കണക്കാക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയിട്ടുള്ള ദിവസം കൂടിയാണ് അന്ന്. അതുപോലെ മേൽപ്പത്തൂര് നാരായണ എഴുതി സമർപ്പിച്ചതും അന്നേ ദിവസമാണെന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ദിവസം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി ഭക്തർ അവിടെ എത്തിച്ചേരുന്നു, വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അതെല്ലാം നോക്കാം. ഒപ്പം അവിടുത്തെ കാഴ്ചകൾ, അവിടെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. നടപ്പന്തലിൽ ഇപ്പോൾ വീഡിയോ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെയൊന്നും വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം പുറത്തുള്ള നിങ്ങൾക്ക് കാണാൻ സന്തോഷം തോന്നുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. മക്കളും ഞാനും പോയിട്ടുള്ളതും, അതുപോലെ തന്നെ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ വൈകുന്നേരം പോകുന്നതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കാം. ഏകാദശി ദിവസം രാവിലെ ഗുരുവായൂർ കിഴക്കേ നടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ഏകാദശിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാലോ. കേരളത്തിൽ മണ്ഡലകാലത്ത് വരുന്ന വൃശ്ചികത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തീയതികളിൽ നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം. നാമജപങ്ങൾ കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഏകാദശി ദിനത്തിൽ പ്രധാനം. മഹാവിഷ്ണു ദേവീദേവന്മാർക്കൊപ്പം ക്ഷേത്രത്തിലെത്തുമെന്നും ഓരോ മൺതരിയിലും വിഷ്ണുവിന്റെ ചൈതന്യം ഉണ്ടാകുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസം. ഏകാദശി ദിനത്തിൽ ക്ഷേത്രനട അടയ്ക്കാറില്ല. ദശമി നാളിൽ തുറന്ന നട ദ്വാദശി നാളിൽ അടയ്ക്കുകയുള്ളൂ. ദ്വാദശി ദിനത്തിൽ കൂത്തമ്പലത്തിൽ കുടുംബൈശ്വര്യത്തിനായി ദ്വാദശി പണം അർപ്പിക്കുന്ന ആചാരവുമുണ്ട്. ഗജരാജൻ ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത് ഒരു ഏകാദശി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അതിനാൽ കേശവനെ അനുസ്മരിക്കുന്ന ചടങ്ങ് ഏകാദശിയോടനുബന്ധിച്ച് ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയിട്ടുള്ളത് ഏകാദശി ദിനത്തിലാണെന്നും ഐതിഹ്യമുണ്ട്. ഒരു ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായിട്ടും ഏകാദശി അറിയപ്പെടുന്നു. ഏകാദശി കാണാൻ വരുന്ന കുട്ടികളുടെ മെയിൻ അട്രാക്ഷൻ ആണല്ലേ അവിടുത്തെ എക്സിബിഷൻ. അപ്പൊ ഈ വർഷത്തെ എക്സിബിഷൻ ഡിസംബർ 15-ാം തീയതി വരെയാണ്. പ്രവർത്തന സമയം വൈകിട്ട് 3 മണി മുതൽ 12 മണി വരെയാണ്. അപ്പൊ ഇനിയും എക്സിബിഷന് പോവാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് ആസ്വദിക്കുക കേട്ടോ. ഈ ഏകാദശി ദിവസത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. ഹേയ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ വീണ്ടും ഏകാദശി കാണാൻ വേണ്ടി പോവാണ്. രാവിലെ ഞാൻ മക്കളെ കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ ഇപ്പോൾ അവരുണ്ട്. പോകാം. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഓട്ടോ ഇറങ്ങി ഇനി ഞങ്ങൾ കിഴക്കേ നടയിലേക്ക് പോകാൻ പോവാണ്. അങ്ങോട്ട് ഓട്ടോ വിളിച്ചില്ല, ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി ഇനി കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ നടപ്പന്തലിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകൾ എടുക്കാം കേട്ടോ. അന്നലക്ഷ്മി ഹാളിൻ്റെ അടുത്തുള്ള എൻട്രൻസിൽ അവിടെയാണ് ഓട്ടോ ഇറങ്ങിയത്. അവിടുന്ന് നടന്ന് ഞങ്ങൾ കിഴക്കേ നടയിലോട്ട് കയറാൻ നോക്കി. പക്ഷെ നല്ല റഷ് ഉണ്ട്, അടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ പതുക്കനെ തെക്കേ നടയിലോട്ട് എത്തി. ശ്രീവത്സത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ ലൈവൊക്കെ എടുത്തായിരുന്നു കേട്ടോ, ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മക്കൾ അവിടെ കുറേ നേരം കളിച്ചു. പിന്നെ അവർക്ക് വിശന്നപ്പോൾ നേരെ പഴയുടെ രുചിയിലോട്ട് വന്നു. അപ്പോൾ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. നല്ല റഷാണ്. അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല നിന്നിട്ട്, അത്രയും റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ലൈവ് എടുത്തതുകൊണ്ട് ദോശ വന്നതും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. കഴിച്ചപ്പോൾ കുറച്ച് കഴിച്ച് കഴിയാനായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുവരെ ഫുള്ള് കഴിക്കുമ്പോഴൊക്കെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീവത്സത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ വിശന്ന് കുറച്ച് പ്രശ്നമാക്കി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ലൈവ് കട്ട് ചെയ്തു. പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ലൈവ് എടുത്തതാണ്. കുറേ പേര് ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ റഷിൻ്റെ ഇടയിൽ കൂടെ പടിഞ്ഞാറേ നടയ്ക്ക് ഒരു വിധത്തിൽ എത്തി. അപ്പോൾ പപ്പ ആണെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അധികം നേരം ഒന്നും നിന്നില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നടന്ന് ഇങ്ങോട്ട് എത്തിയതാണ്. നല്ല റഷ് ഉണ്ട് കേട്ടോ. കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മക്കളെയും പിടിച്ചിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം
നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് കടന്നത്. പിന്നെ ഇവിടെ കടന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമില്ല. കുറച്ച് പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് പടിഞ്ഞാറേ നടയിൽ നിന്ന് ഓട്ടോ വിളിക്കാനാണ് കുറച്ചും കൂടെ അടുത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ കിഴക്കേ നടയിലേക്കാണെങ്കിൽ അടുക്കാൻ പറ്റുന്നില്ല, നല്ല റഷാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഓട്ടോ വിളിച്ച് പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടിയില്ലെങ്കിലും നടക്കാനുള്ള ദൂരമുള്ളൂ ഞങ്ങൾക്ക്. കുറച്ചുണ്ട്, എന്നാലും കുഴപ്പമില്ല, നടക്കാം. അപ്പോൾ ടോയ്സൊക്കെ കണ്ടപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞു. പിന്നെ തലേന്ന് വാങ്ങിച്ചല്ലേ എന്ന് വെച്ചപ്പോൾ വലിയ വാശിയൊന്നും പിടിച്ചില്ല, അങ്ങനെ പോരുന്നുണ്ട്. മക്കൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. 2 ദിവസം അവർക്ക് പോകാൻ പറ്റി, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ മാക്സിമം ഇത്തരം പരിപാടികൾക്കൊക്കെ ഞാൻ കൂടെ കൂട്ടാറുണ്ട്. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ അവോയ്ഡ് ചെയ്യാറൊന്നുമില്ല, കാരണം അവർക്കും മിസ് ചെയ്യാൻ പാടില്ലല്ലോ ഇത്തരം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ട് നടന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വീഡിയോസും എടുത്തു. അപ്പോൾ ആസ് എ പാരൻറ്റ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ സന്തോഷം കളയാൻ നോക്കാറില്ല. എനിക്ക് പറ്റുന്ന സാഹചര്യത്തിലൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവരെ കൊണ്ടുപോകും. നല്ല റഷാണ്, അവരെ കൈ പിടിക്കണം, വീഡിയോ എടുക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യും കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ ഓടാനോ ഒന്നും നിൽക്കില്ല. അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കും. ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ട് മറ്റൊരാളെൻ്റെ കൈ പിടിച്ചിട്ട് നടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ കപ്പലണ്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള നട്ട്സ് വാങ്ങിച്ചു. രാവിലെ ഞാൻ പോയപ്പോൾ അവരെ കൂടെ കൂട്ടാഞ്ഞത് തിരിച്ചു വരുമ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി പണിയൊന്നും വരുത്തണ്ട, ഞാൻ നോക്കിക്കോളാം, അങ്ങനെ നിർത്തിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വയ്യാതാവണ്ട എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് ഞാൻ അവിടെ ആക്കിയിട്ടൊക്കെ പോവുക. അങ്ങനെ ഇതാ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് അവിടെ കണ്ട 2 പയ്യന്മാരാണ്. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുപ്പിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ തിരിച്ചു പോരാണ്. ബൈ, സീ യു.